ത്തിലേക്ക് വന്നാൽ ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധിച്ച് 6 കുട്ടികളടക്കം 8 പേർ മരിച്ചു എന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് വരുന്നത്. 15 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. വൈറസ് ബാധയെ തുടർന്ന് ഗുജറാത്ത് സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വൈറസിനെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 15 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അടക്കം പറഞ്ഞിരിക്കുന്നത്. ശ്യാമ സദാനന്ദൻ നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. തത്സമയം ശ്യാമ സദാനന്ദൻ, സബർകാന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ ഇങ്ങനെ ഈ രോഗം പടരുകയാണല്ലോ. എന്താണ് ഈ വൈറസ് ബാധ? ഇതൊരു അപൂർവ ഇനം വൈറസ് ആണോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ചന്ദിപുര വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഇപ്പോൾ ഗുജറാത്തിൽ പടരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുജറാത്തിൽ വിവിധ ജില്ലകളിലായി 15ഓളം പേർ നിലവിൽ രോഗബാധയെ തുടർന്ന് ചികിത്സയിലുണ്ട്. അതായത് കുട്ടികളെയാണ് ഈ വൈറസ് കൂടുതലായും ബാധിക്കുക. ഈ മരണപ്പെട്ടവരിൽ 6 പേരും കുട്ടികളാണ്. ഈ രോഗബാധയുള്ള 15 പേരിൽ 12 പേരും കുട്ടികളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഇൻസെക്ട്സ്, അതായത് കൊതുക്, ഈച്ച എന്നിവയുടെ കടിയേറ്റാണ് രോഗം പടരുന്നത്. നിലവിൽ രോഗത്തിന് വാക്സിനേഷനോ ആൻറ്റിബയോട്ടിക്കുകളോ ഒന്നും ലഭ്യമല്ല. ഇതിൻ്റെ ഒരു ഏറ്റവും തുടക്കത്തിൽ രോഗം സ്ഥിരീകരിക്കുകയും അതിനൊരു സപ്പോർട്ടീവ് കെയർ നൽകുകയും മാത്രമാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. നിലവിൽ ഈ ചികിത്സയുള്ള കുട്ടികളുടെ വിവരങ്ങൾ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ സംഘങ്ങൾ 24 മണിക്കൂറും അവരെ നിരീക്ഷിച്ചുകൊണ്ട് വരികയാണ്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഗുജറാത്ത് സർക്കാർ അറിയിക്കുന്നത്. സബർകാന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ, മെഹ്സാന, രാജ്കോട്ട് ജില്ലകളിൽ നിന്നാണ് ഉള്ളവരെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും നിന്നുള്ള 2 പേരും ഗുജറാത്തിൽ ചികിത്സയിലുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. സബർകാന്തറിലെ ഹിമന്ത്നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ നിന്നുള്ള രോഗ സാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വൈറൽ പനിക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു വൈറസ് ബാധയാണ് ഇത് കൂടുതലായി തലച്ചോറിനെയാണ് ബാധിക്കുക. തലച്ചോർ വീക്കത്തിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കൊതുക്, ചെള്ള്, ഈച്ച തുടങ്ങിയവയൊക്കെയാണ് ഇത് പരത്തുന്നത്. 1965 മഹാരാഷ്ട്രയിലെ ചാന്ദിപുരയിലാണ് ഈ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്നാണ് ഇതിന് ചാന്ദിപുര വൈറസ് എന്നുള്ളൊരു പേര് ലോകാരോഗ്യ സംഘടന നൽകിയത്. നിലവിൽ ഗുജറാത്തിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട്. എങ്കിൽ പോലും കുട്ടികളെയാണ് ഈ വൈറസ് കൂടുതൽ ബാധിക്കുന്നത്. രോഗം പടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുജയ. ശരി, ശ്യാമ സദാനന്ദനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. രോഗം പടരുന്ന സാഹചര്യം ഗുജറാത്തിലെ വൈറസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മലപ്പുറത്ത് പൊന്നാനിയിൽ നിന്ന് 2 മലമ്പനി കേസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയും വരുന്നുണ്ട്. രോഗങ്ങൾ പടരുന്ന സാഹചര്യം, ജലജന്യ രോഗങ്ങൾ, കോളറ പടരുന്ന സാഹചര്യം തിരുവനന്തപുരത്ത്